സൈനിങ് ഓഫ് ദ സീസൺ. ഇത് ഞാൻ ആസ് എ ലിവർപൂൾ ഫാൻ പറയല്ല, ബട്ട് ഇമ്പാക്ട് വെച്ചിട്ട് എനിക്ക് സൈനിങ് ഓഫ് ദ സീസൺ തോന്നുന്നു മെക്കാലിസ്റ്റർ അല്ല, ഇറ്റ്സ് വട്ടാരു എൻഡോ. വട്ടാരു എൻഡോ ആണ് സൈനിങ് ഓഫ് ദ സീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വട്ടാരു എൻഡോ വന്നിട്ട് ആ ടീമിൽ ഫിറ്റ് ആയതിനു ശേഷം ദാറ്റ് ഗേവ് എവ്രി വൺ ഹൂ പ്ലേസ് അറൌണ്ട് ഹിം ലൈക്ക് മെക്കാലിസ്റ്റർ, വാൻ ഡൈക്ക് ആൻഡ് കൊനാട്ടെ, ആ ഒരു സിസ്റ്റത്തിൽ കളിക്കുന്ന എല്ലാവർക്കും കുറച്ചുകൂടി ഫ്രീഡം അവൻ കൊടുത്തിട്ടുണ്ട്. മെക്കാലിസ്റ്റർ ആ സ്ഥലത്ത് കളിച്ചിരുന്ന സമയത്ത് കുറച്ചുകൂടി ലിവർപൂളിന് മെക്കാലിസ്റ്ററിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ അങ്ങനെ ക്ലോപ്പ് കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ടീമിന്റെ ഗതി കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈവൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടോപ്പ് മിഡ്ഫീൽഡിനെ വരെ തളർത്തി നിർത്താൻ പറ്റിയിട്ടുണ്ട് എൻഡോക്ക്. ഐ എം ടോക്കിംഗ് അബൌട്ട് കെവിൻ ഡെ ബ്രോയിനെ, റോഡ്രി ആൻഡ് പ്ലേയേഴ്സ് ലൈക്ക് ദാറ്റ്. സോ ഐ തിങ്ക് ഫോർ മീ എൻഡോ വിൽ ബി ദ സൈനിങ് ഓഫ് ദ സീസൺ. ആൻഡ് അത് ഓൺ ടോപ്പ് ഓഫ് ദ ഫാക്ട് ദാറ്റ് 19 million euros for that player. And we were going for Caicedo. ആ സീസണിന്റെ സമയത്ത് Caicedo 110 million യൂറോന്റെ ബിഡാണ് നമ്മൾ വെച്ചെടുത്തത്. And we got Wataru Endo for 19 million. Got to be the signing of the season. ആദ്യം ഇവൻ ചോദിച്ചപ്പോ പ്രീമിയർ ലീഗ് ആണെന്ന് ചോദിച്ചപ്പോ ഞാൻ വിളിച്ചു ഓക്കെ ഡെക്ലാൻ റൈസ് ആയിരിക്കും എന്റെ ഇതിൽ. ഡെക്ലാൻ റൈസ് ആ അത്രയോ ഒരു ഗോൾസ് ഒക്കെ അടിച്ചിട്ട് അവർക്ക് ഒരു കംബാക്ക്, ആ ഒരു ഇമ്പാക്ട്, ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തു ആർസണലിന്. സോ അതായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്, പ്രീമിയർ ലീഗ് ഓൺലി. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ ബെല്ലിംഗം യെസ് ഐ വുഡ് സേ. ഓക്കെ, ഇനി ഗുലാന് നീ പറഞ്ഞു, നീ എന്തോ വെറൈറ്റി സാധനം ഇറക്കാൻ പോകുന്നല്ലോ പറഞ്ഞു, നീ പറ. ആടാ ഞാൻ ലൈക്ക് സീരിയസ്ലി പറയാം, എനിക്ക് ആര് ബെല്ലിംഗം അല്ലേ നിങ്ങൾക്ക് ഗസ് അല്ല ബെല്ലിംഗം അല്ല ആക്ച്വലി. ബെല്ലിംഗം മേ ബി സെക്കൻഡ്, ബട്ട് ഫസ്റ്റ് is definitely Alejandro Grimaldo for me. He is the signing of the season for me. Grimaldo, Bayern Leverkusen. He is playing as left back, free transfer ആയിരുന്നു, 0 fee, signing fee. And ആ ടീമിന് വേണ്ടി പണിയെടുത്തത് ആലോചിച്ചാൽ ലൈക്ക് ഹീ ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് അപ്പാർട്ട് ഫ്രം വിഡ്സ് ആൻഡ് ഒബ്വിയസ്ലി ഫ്രിംപോങ്. വിഡ്സ് കാരണം ഗ്രിമാൽഡോന്റെ അത്ര ഫ്ലെക്സിബിൾ ആയില്ലേ, ക്രോസിങ് എന്തെടുത്താലും, നീ നമ്പേഴ്സ് എടുത്താലും അടിപൊളിയാ. ബട്ട് നമ്പേഴ്സിനെക്കാളും അപ്പുറത്താണ് ഗ്രിമാൽഡോന്റെ ഗെയിമിലുള്ള ഇൻഫ്ലുവൻസ്. അതാണ് എനിക്ക് കൂടുതൽ ലൈക്ക് ഇപ്പൊ ഇവൻ എൻഡോന്റെ കാര്യം പറഞ്ഞല്ലോ, എൻഡോ അങ്ങനെ ഒരുപാട് ഗോൾ അടിക്കാതൊന്നുമല്ല. മെക്കാലിസ്റ്റർ പിന്നെയും ഷോട്ട്സ് എടുക്കും, ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്. ബട്ട് ഗ്രിമാൽഡോ ഇസ് ബോത്ത്, രണ്ട് ഇതിലും അടിപൊളിയാണ്. സോ ഐ തിങ്ക് ഹി ഈസ് ദ സൈനിങ് ഓഫ് ദ സീസൺ ഫോർ മീ. ആൻഡ് സ്റ്റാറ്റ്സ് എടുത്താലും ഗ്രിമാൽഡോ ഐ തിങ്ക് ഹി ഹാസ് ലൈക്ക് 11 goals and 14 assists in all competitions. Then 15, yeah. That is incredible for a left back. For a left back, ശരിയാ. For a left back in any league, I don't care which league, in top 5 any league, that is crazy. And obviously Bayer Leverkusen കളിക്കുന്ന സ്റ്റൈലിനോട് ഫുൾ ബാക്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ക്രേസി. ദോസ് ആർ ക്രേസി നമ്പേഴ്സ് ഫോർ മീ. സോ ഡെഫിനറ്റ്ലി ഗ്രിമാൽഡോ, ബട്ട് സെക്കൻഡ് ഇസ് പ്രോബ്ലി ബെല്ലിംഗം. പ്രീമിയർ ലീഗ് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് പിക്ക് കോൾ പാമർ. ലോൺ ആണല്ലേ? ട്രാൻസ്ഫറാ? ഈ സീസൺ ആയിരുന്നു പൈസ കൊടുത്ത് എന്തായിരുന്നു? 50 million euro. ഓ ശരിയാ. സോ യാ, കോൾ പാമർ ഫോർ മീ. ഹി ഈസ് ഐസ് കോൾഡ്. ഡാം, അടിപൊളി പ്ലെയറാ. അതും ഫസ്റ്റ് ലൈക്ക് അവൻ സെക്കൻഡ് ഹാഫ് ഇടയിൽ വന്നിട്ടാണ് അവൻ ഷൈൻ ചെയ്തത്. എന്നിട്ട് ചെൽസിയിലായി പോയെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. ബിക്കോസ് ഹീസ് ലൈക്ക് സാല ഫോർ ചെൽസി അല്ലേ? ചെൽസിയുടെ സാലേനെ പോലെ ആയി അവൻ വന്നിട്ട്. സോ ഡെഫിനറ്റ്ലി കോൾ പാമർ. Yeah. Let's leave it to the audience to decide. And നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സൈനിങ് ഓഫ് ദ സീസൺ ആരാച്ചാ കമന്റ് ബോക്സ് just comment below.